നമസ്കാരം. തിരുവല്ല CPM-ൽ വിഭാഗീയത അതിരൂക്ഷം. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ വിഭാഗീയത കൊടികുത്തി വാഴുന്നു. മിക്കയിടത്തും വാക്കേറ്റവും കയ്യാങ്കളിയുമാണ്. ഇന്ന് നടന്ന നാട്ടുകടവ് ബ്രാഞ്ച് സമ്മേളനമാണ് ഏറ്റവും ഒടുവിലായി ബഹളത്തിൽ കലാശിച്ചത്. പീഡനക്കേസ് പ്രതി ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിന്റെ വക്കിലെത്തി. പാർട്ടി പ്രവർത്തകരെ കാറിൽ കയറ്റി കൊണ്ടുപോയി മയക്കുമരുന്ന് ചേർത്ത് പാനീയം നൽകി പീഡിപ്പിച്ച് മൊബൈൽ ഫോണിൽ ദൃശ്യം പകർത്തിയ കേസിലെ ഒന്നാം പ്രതിയായ നാസറിനെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിന്റെ വക്കിലെത്തിയത്. നാട്ടുകടവ് ബ്രാഞ്ച് സെക്രട്ടറി സുമേഷിന്റെ ഭവനമായിരുന്നു സമ്മേളന നഗരി. പീഡന ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തി പ്രചരിപ്പിച്ച സംഭവം വിവാദമായതോടെ നാസറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിനിടയിലാണ് ഞായറാഴ്ച നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ നാസറിനെ എത്തിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം നാസറിന് മെമ്പർഷിപ്പ് പുതുക്കി നൽകിയതായി ഏരിയ കമ്മിറ്റി അംഗം അറിയിച്ചു. എതിർപക്ഷം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് കടുത്ത വാക്കേറ്റവും തുടർന്ന് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സ്ഥിതിയും ഉണ്ടായത്. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നാട്ടുകടവ് ബ്രാഞ്ച് സമ്മേളനം 3 തവണ മാറ്റിവെച്ചിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് ഇളമണ്ണിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത്. സംഘർഷാവസ്ഥ ഉടലെടുത്തു. നാസർ ഉൾപ്പെടെ പീഡനക്കേസിൽ 2ാം പ്രതിയായ സജിമോനെ കോട്ടാലിയിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ ലോക്കൽ സമ്മേളന പ്രതിനിധിയായി തിരഞ്ഞെടുത്തതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം നടന്ന ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിലും ചേരിതിരിഞ്ഞുള്ള വാക്കേറ്റം നടന്നിരുന്നു.